ആയുസ്ഥാനത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. വായിക്കുമ്പോൾ നമ്മൾ വാങ്ങിപ്പോയവർ കേൾക്കുന്നത് അവർ സൃഷ്ടിച്ചതായ ദൈവത്തിന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനുമുള്ളതായ മനുഷ്യാത്മാവിനെ പാർക്കുവാൻ വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കി. അവന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിലേക്ക് ഊതി കയറ്റി, പരിശുദ്ധ റൂഹായാൽ ഊതി കയറ്റി ജീവൻ കൊടുത്തു. ഈ കുരിശിന്റെ ആകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എഴുന്നേറ്റ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം മുട്ടുകുത്തി നമസ്കരിക്കുവാൻ തക്കവണ്ണം അങ്ങനെയുള്ള ആകാര വടിവിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് സൂക്ഷിച്ച് നോക്കി കണ്ടുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു എന്ന്. നാം ഓരോരുത്തരും ദൈവത്തിന്റെ പള്ളികളാകുന്നു. ഈ അമ്മച്ചിയും ദൈവത്തിന്റെ പള്ളിയായിട്ട് ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. അവൾ ദൈവത്തിന്റെ പള്ളിയായിട്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിട്ട് ഇതുവരെയും ജീവിച്ചു. ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് ഇവളിൽ ഉണ്ടായിരുന്നതായ ആത്മാവ് മാറുമ്പോൾ ഈ ശരീരം മണ്ണിലേക്ക് മറയ്ക്കുന്നു. എന്നാൽ ഈ ശരീരം നശിച്ചു പോകുവാൻ വേണ്ടിയല്ല നാം ഉപേക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ മൃഗങ്ങളെ നമ്മുടെ ഭവനങ്ങളിലുള്ള മൃഗങ്ങളെയൊക്കെ നമ്മൾ കുളിപ്പിക്കാറില്ല, വസ്ത്രം ധരിപ്പിക്കാറില്ല. ചത്തു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കുളിച്ചു തരികയെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വാങ്ങിപ്പോയവരെ അങ്ങനെയല്ല നമ്മൾ കരുതുന്നത്. അവരെ നമ്മൾ കുളിപ്പിച്ച് ഒരുക്കുന്നു, അവരെ നല്ല പരിമളമൊക്കെ പൂശുന്നു. എന്തിനാ? ഇവര് നിക്ഷിപ്തമായിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധാത്മാവാണ്, മാമോദീസയുടെ റൂസ്മായാണ്, കർത്താവിന്റെ തിരുശരീര രക്തങ്ങളാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇത് അനുഭവിക്കുന്ന വ്യക്തി കർത്താവിന്റെ ശരീരമാം പോലെ ബഹുമാനിക്കേണ്ടതായ വ്യക്തികളാണ്. മനുഷ്യന്റെ ജീവഗതി അവന്റെ കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്കെങ്കിലും അവൻ അനുഭവിച്ചിരിക്കണം. ഇത്രമാത്രം സ്നേഹമാണ് ദൈവം കാണിക്കുന്നത്. അന്ത്യശ്വാസത്തിന് മുമ്പെങ്കിലും യേശുവേ എന്ന് വിളിക്കുവാൻ ഒരു മനസ്സ് എന്റെ കൈവേലയായി മനുഷ്യ സൃഷ്ടിക്ക് ഉണ്ടായെങ്കിലെന്ന് ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന ദൈവിക സ്നേഹത്തെ നാം എപ്പോഴും സ്മരിക്കണം. എപ്പോൾ നാം അനുഭവിക്കുന്നു അപ്പോൾ നമ്മെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ദൈവം സന്നദ്ധനാണ്. ദൈവിക വേലയ്ക്കായിട്ട് വേർതിരിച്ച് കൊടുക്കുവാൻ തക്കവണ്ണം ഈ അമ്മച്ചിക്ക് സാധിച്ചു എന്നുള്ളത് ഈ അമ്മച്ചിയുടെ ഭാഗ്യം വിളിച്ച് ഓതുന്നു. ദിനംതോറുമുള്ള തിരുബലിയില് കർത്തദാസിയെ വാർത്ത് പ്രാർത്ഥിക്കുവാൻ, നിന്റെ വാങ്ങിപ്പോയവരെ വാർത്ത് പ്രാർത്ഥിക്കുവാൻ ബഹുമാനപ്പെട്ട അച്ഛൻ ഉത്സുകനാണ്. അങ്ങനെ നിങ്ങൾ തൻ മൃത പേരുകളെ ഓർക്കാനും പള്ളിയിൽ ഇവിടെ എഴുതാനും മേൽ സ്വർഗത്തിൽ നിശികാതൻ വരവിൽ തന്നോട് അവർ മോദിപ്പാനും ചേർത്തിയും പ്രസ്തായിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വാങ്ങിപ്പോയവരെ ഇവിടെ പള്ളിയിൽ ഓർക്കുകയും വിശുദ്ധ കുർബാനയിൽ ഇവരുടെ പേരോർത്ത് റൂസ്മാ ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ അവർക്ക് അവരുടെ പേരുകളിൽ മേൽ റൂസ്മാ ചെയ്യപ്പെടുകയും അവർ ശുദ്ധീകരണത്തിൻ്റെതായ അനുഭവത്തിലേക്ക് ദൈവമായ കർത്താദാസി ആശ്വാസം നല്ല ഓർമ്മയും നൽകട്ടെ. വിലപിക്കുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നിത്യതയില് ഇവളുടെ പേര് ചേർത്ത് ദൈവം ഇവിടെ തന്റെ പരിശുദ്ധന്മാരോടുകൂടെ വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽപ്പെടട്ടെ. അനുശോചനം അർപ്പിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നമ്മെ അനുഗ്രഹിച്ച് പ്രഭാഷണം നടത്തുന്നതിനും തിരുമനസായ അവിടുത്തെ തൃപ്പാദങ്ങളിൽ ഈ പള്ളിയുടെ എല്ലാ ഭാവങ്ങളും സന്തോഷങ്ങളും അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട വൈദികരോടും